വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു മുറിയും തുറക്കരുതെന്ന കർശന നിർദ്ദേശവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേന്ദ്രങ്ങളിലെ സീൽ ചെയ്യാത്ത മുറികളും തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പേരാമ്പ്രയിലും നെന്മാറയിലും മെറ്റീരിയൽ റൂമുകൾ തുറന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം. പേരാമ്പ്ര മണ്ഡലത്തിലെ EVMകളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ച വെള്ളിമാടുകുന്ന് JDTയിലെ സ്ട്രോങ് റൂം തുറന്നതായി UDF ആരോപിച്ചിരുന്നു. എന്നാൽ മെറ്റീരിയൽസ് റൂമാണ് തുറന്നതെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടിയെന്നും ജില്ലാ കളക്ടർ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് സ്ട്രോങ് റൂം വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് പാലക്കാട് നെന്മാറയിലും സമാനമായ വിവാദമുയർന്നത്. ഇതിനിടെ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വിവാദമായതോടെ മാറ്റി. തുറക്കാൻ തീരുമാനിച്ചത് മെറ്റീരിയൽ റൂമാണെന്നും EVM സ്ട്രോങ് റൂം അല്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിശദീകരിച്ചു. EVMകളുള്ള സ്ട്രോങ് റൂമുകളോട് ചേർന്നാണ് തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ മെറ്റീരിയൽ റൂം ഉള്ളതെന്നും അത് തുറക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് കളക്ടർ വ്യക്തമാക്കിയത്. ഫോം 17A എടുക്കാനാണ് മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാൻ തീരുമാനിച്ചത്. വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു തീരുമാനം. നിലവിൽ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ സ്ട്രോങ് റൂം തുറക്കുകയുള്ളൂ. മെറ്റീരിയൽ റൂം സീൽ ചെയ്തതല്ലെന്നും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോഴിക്കോട് സ്ട്രോങ് റൂം വിവാദം കെട്ടടങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾ തുറന്നെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വിശദീകരണം നൽകി. ഇത് സീൽ ചെയ്ത മുറിയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പരിശോധിച്ച് അന്തിമമായി അപ്രൂവ് ചെയ്യേണ്ട തീയതി ഏപ്രിൽ 20 ആയിരുന്നു. ഇതിൻ്റെ ഭാഗമായി എൻകോറിലെ വിവരങ്ങളുമായി പേരാമ്പ്ര മണ്ഡലത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറിയിലെ വിവരങ്ങൾ ഒത്തുനോക്കി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മുറി തുറന്നതെന്ന് കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. മുറി തുറക്കുന്ന വേളയിൽ LDFനെ പ്രതിനിധീകരിച്ച് AK മുഹസിൻ, UDFനെ പ്രതിനിധീകരിച്ച് ഷഹസാദ് K എന്നിവർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. രേഖകളുടെ പരിശോധന കഴിഞ്ഞ് ഈ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം 1:50 മുറി പൂട്ടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതെന്നും കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.